മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മുത്തശ്ശി പറയുന്നുണ്ട്, മരിച്ചവൾ പൂജിച്ച ആ അയ്യപ്പൻ്റെ വിഗ്രഹം പൂജാമുറിയിൽ നിന്ന് എടുത്ത് മാറ്റിയേക്കണം. ആ വിഗ്രഹം നമ്മുടെ വീട്ടിൽ ഇരുന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും തിരിച്ചടി കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്രയ്ക്ക് ദൈവിക ശക്തിയുള്ള വിഗ്രഹമായി അത് മാറിയിട്ടുണ്ട്. അവൾ പൂജിച്ചെന്ന് പ്രതാപനും പറയുന്നു. അത് കേട്ട് ദുർഗാമ്മ പറയുന്നുണ്ട്, ഉറപ്പായിട്ടും എടുത്ത് മാറ്റിയേക്കാം. കഴിഞ്ഞ തവണത്തെ കണക്ക് കൊണ്ട് കളയാനൊന്നുമല്ല, വല്ല ക്ഷേത്രത്തിലും കാണും ഇരുത്തിയേക്കാം. അതാവുമ്പം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്നും പറയുന്നു. എന്നാൽ പ്രതാപനും മുത്തശ്ശിയൊക്കെ യാത്ര പറഞ്ഞു പോകുന്നു. ഓണത്തിന് നമ്മുടെ വീട്ടിൽ ആഘോഷിക്കാം. മാത്രമല്ല മുത്തശ്ശിയുടെ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ ഇത്തവണത്തെ ഓണം നമുക്ക് കെങ്കേമായിട്ട് ആഘോഷിക്കാം. അവിടെ നമ്മൾ പരിചയമുള്ളവർ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരാതിയൊന്നും ഉണ്ടാകത്തില്ല. അന്നേരം ദുർഗാമ്മ പറയുന്നുണ്ട്, രണ്ടാളെ ഞാൻ മുന്നേ കൂട്ടി വിട്ടേക്കാം. എനിക്കാണെങ്കിൽ വരാൻ പറ്റത്തില്ല. മഞ്ജുമോളുടെ ആദ്യത്തെ ഓണം, അതുകൊണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുള്ള ഓണം ആയതുകൊണ്ട് അവരെ വിളിച്ച് ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് കൂട്ടരും പിരിഞ്ഞു പോകുന്നു. മോക്ക് സന്തോഷത്തോടെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് മുത്തശ്ശിയും പ്രതാപനും ഒക്കെ പോകുന്നത്. അങ്ങനെ അവർ ഉറങ്ങാനായിട്ട് പോയി കിടക്കുന്നു. ഉണ്ണിയെയും കരുണയും മഹാലക്ഷ്മി വെറുതെ വിടുന്നു. കാരണം കരുണ പ്രഗ്നൻ്റാ. അതുകൊണ്ട് തന്നെ കണ്ട് പേടിച്ചൊരു പ്രശ്നം ഉണ്ടാകണ്ടെന്നുള്ള രൂപത്തിൽ കരുണയുടെ അരികിൽ പേടിപ്പിക്കാനായിട്ട് പോകുന്നില്ല. എന്നാൽ ദുർഗാമ്മയുടെ റൂമിൽ മുന്നേ തന്നെ മഹാലക്ഷ്മി എത്തിയിരുന്നു. അതൊന്നും അറിയാതെ ദുർഗാമ്മ റൂമിലേക്ക് കയറി വരുന്നു. കയറി വന്ന് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പോകുമ്പോഴത്തേക്ക് എന്തെന്നില്ലാത്തൊരു ഭയം, പട്ടി ഊരിയിടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നു. മാത്രമല്ല മേഘൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുന്നു. എന്തായാലും ഇവിടെ മഹാലക്ഷ്മി മരിച്ചതിൻ്റെ ആഘോഷമല്ലേ നടന്നത്, അതുകൊണ്ട് അവളുടെ ആത്മാവെന്ന് പറയുന്ന ശക്തി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇന്നിവിടെ വരാമെന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുന്ന സമയത്ത് ഇരുട്ടിൻ്റെ മറവിൽ ഒരു രൂപം നിൽക്കുന്നത് കാണുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പം മറ്റാരുമല്ല മഹാലക്ഷ്മി. അത് കണ്ട് ഭയന്ന് വിളിച്ച് ഉണ്ണി അലറി വിളിച്ച് ദുർഗാമ്മ ഇറങ്ങി ഓടുന്ന വഴിക്ക് കാല് തെറ്റി സ്റ്റെപ്പിൽ നിന്ന് വീഴുന്നുണ്ട്. ആ വീഴ്ചയിൽ ദുർഗാമ്മയ്ക്ക് നല്ല പരിക്ക് പറ്റുന്നുണ്ട് കാലിനൊക്കെ. ദുർഗാമ്മയുടെ കരച്ചിൽ കേട്ട് കരുണയും ഉണ്ണിയും ഓടിയിറങ്ങി വരുമ്പോൾ ബോധം കെട്ട് കിടക്കുന്ന ദുർഗാമ്മയെ കാണുന്നു. പെട്ടെന്ന് തന്നെ അവർ വെള്ളമൊക്കെ തളിച്ച് ദുർഗാമ്മയെ തട്ടി എണീപ്പിക്കുമ്പോഴത്തേക്കും മഹാലക്ഷ്മി ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ട് മാർക്കോയുടെയും അനന്തുവിൻ്റെയും കൂടെ തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് പെട്ടെന്ന് പോകുന്നു. അതോടെ ദുർഗാമ്മ ഒരു കാര്യം ഉറപ്പിക്കുന്നു, എന്തായാലും ഇനി അയ്യപ്പൻ്റെ വിഗ്രഹം ഈ പൂജാമുറിയിൽ വെച്ചേക്കരുത്, എടുത്തു മാറ്റിയേ പറ്റൂ. എന്നിട്ട് ബോധം തെളിയുന്ന ദുർഗാമ്മ ഉണ്ണിയോട് പറയുന്നുണ്ട്, എന്തായാലും മോനെ ഇനി ഒരു നിമിഷം പോലും ആ അയ്യപ്പൻ്റെ വിഗ്രഹം നമ്മുടെ പൂജാമുറിയിൽ വെച്ചേക്കാൻ പറ്റില്ല. ആ അയ്യപ്പൻ്റെ വിഗ്രഹത്തെ തുടർന്നാണ് അവൾക്ക് ഇത്രയും ശക്തി വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നമുക്കത് ഇവിടുന്ന് എടുത്ത് മാറ്റിയേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ദുർഗാമ്മ തന്നെ പല്ലെ എണീറ്റ് പോയി വിഗ്രഹം എടുക്കാൻ നോക്കുന്നു. എങ്കിലും എന്തെന്നില്ലാത്ത സൗണ്ടും കാറ്റും ഒക്കെ വീശുന്നത് കാരണം ദുർഗാമ്മയ്ക്ക് വീണ്ടും പേടിയാവുന്നു. തൽക്കാലം ഇന്ന് രാത്രി വേണ്ട, നാളെ ആകാം എന്ന് ഉണ്ണിയും കരുണയും പറയുന്നു. മാത്രമല്ല കരുണയ്ക്കൊക്കെ ആകെ അങ്ങ് പേടിയാവുന്നു. അവരുടെ സന്തോഷമെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് തന്നെ മഹാലക്ഷ്മി തകർത്തെറിയുന്നു. അതോടെ എപ്പോൾ മഹാലക്ഷ്മി തങ്ങളെ ആക്രമിക്കാൻ വരുമെന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന കരുണയും ഉണ്ണിയെയും ദുർഗാമ്മയും കാണിക്കുന്നു. മാത്രമല്ല ഈ വിവരങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ പ്രതാപനെ വിളിച്ചറിയിക്കുന്നു. ഇതുപോലെ ആഘോഷത്തിന് ശേഷം മഹാലക്ഷ്മി തങ്ങളെ കാണാനായിട്ട് ഇവിടെ എത്തിയിരുന്നു. രൗദ്രഭാവത്തിൽ ദുർഗാമ്മയുടെ റൂമിൽ ഇന്നലെ രാത്രി കിടക്കാൻ പോയപ്പോഴത്തേക്കും മഹാലക്ഷ്മിയുടെ രൂപം കണ്ട് ആകെ ഭയന്ന് പേടിച്ചോടി സ്റ്റെപ്പിൽ നിന്ന് വീണ് കാലിന് പരിക്കേറ്റെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പ്രതാപനും മുത്തശ്ശി ആകെ അങ്ങ് പേടിക്കുന്നു. മുത്തശ്ശിക്കും പ്രതാപനും ഇപ്പം ഒരല്പം വിശ്വാസമൊക്കെ വരുന്നു. മേഘൻ പറഞ്ഞപ്പോൾ അത്രയ്ക്ക് അവർ വിശ്വസിച്ചിരുന്നില്ല. എങ്കിലും ദുർഗാമ്മയും കൂടി കണ്ടെന്ന് പറയുമ്പം ഇതിലല്പം കാര്യമുണ്ടെന്ന് അവർക്ക് തോന്നുന്നു. എന്നാൽ കമലേശ്വരം വീട്ടിലുള്ളവരെ ഒന്ന് ഭയപ്പെടുത്തിയതിന് ശേഷം മഹാലക്ഷ്മിയും അനന്തവും മാർക്കോയും തോമസ് വൈദ്യരുടെ ഹോസ്പിറ്റലിൽ എത്തുന്നു. കണ്ണൻ പറയുന്നു, തെരഞ്ഞു പിടിച്ച് ആക്രമിക്കണം, അവിടെ ഒരു കോംപ്രമൈസിൻ്റെ ആവശ്യമില്ല, എൻ്റെ ഇന്നാരാണ്, ഇന്ന ബന്ധമാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമേ ഇല്ലെന്നൊക്കെ പറയുന്നു. അത് കേട്ട് മഹാലക്ഷ്മിക്കും മാർക്കോയ്ക്കൊക്കെ ആത്മവിശ്വാസം കൂടുന്നു. മാത്രമല്ല മാർക്കോ പറയുന്നു, ടാർഗറ്റ് 2 എണ്ണം കഴിഞ്ഞു, ഇനി 2 പേരും കൂടി ഉണ്ട്, അതായത് പ്രതാപനും മുത്തശ്ശിയും. അടുത്ത രാത്രി അവർക്കിട്ട് തന്നെ പണിയണം എന്ന് തീരുമാനിക്കുന്നു. എന്തായാലും തൻ്റെ മരണം അവരത്ര ആഘോഷിച്ചല്ലേ, അപ്പോൾ അവർക്കിട്ട് തിരിച്ചടി കൊടുക്കേണ്ടത് താൻ തന്നെയാണെന്ന് കണ്ണൻ പറയുന്നത് കേട്ടിട്ട് മഹാലക്ഷ്മി പറയുന്നു, എന്തായാലും ആ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയില്ല കണ്ണേട്ടാ, അവർക്കിട്ട് തിരിച്ചടി കൊടുത്തിട്ടേ ഞാനിനി അടങ്ങുന്നുള്ളൂ എന്നൊക്കെ പറയുന്നു. അതേസമയം മുത്തശ്ശിക്ക് രാത്രി ആകെ അങ്ങ് പേടിയാകുന്നു. കാറ്റടിച്ചാലും സൗണ്ട് കേട്ടാലും എല്ലാം മഹാലക്ഷ്മി തന്നെ ആക്രമിക്കാൻ വരുമെന്നുള്ളൊരു പേടി.
മേഘനെ വല്ലാതെ കളിയാക്കിയ പ്രതാപനും കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കുന്നു. മഹാലക്ഷ്മിയുടെ ആത്മാവിനെ തളയ്ക്കാൻ വേണ്ടിയിട്ട് അവർ ഉറപ്പിക്കുന്നു. എന്തായാലും പ്രതാപൻ്റെയും മുത്തശ്ശിയുടെയും കരുണയുടെയും ദുർഗാമ്മയുടെയും ഉണ്ണിയുടെയൊക്കെ സന്തോഷം തീർന്നു. ഇവർക്ക് തിരിച്ചടി കിട്ടിയെന്നുള്ള കാര്യം മേഘൻ അറിഞ്ഞ് മേഘൻ അതിനേക്കായും സന്തോഷമാകുന്നു. എന്നിട്ട് വാമദേവനോടും സീമന്തിനി അമ്മായിയോടൊക്കെ പറയുന്നുണ്ട്, അന്ന് പാർട്ടിക്ക് പോകാൻ അച്ഛനല്ലേ എന്നെ നിർബന്ധിച്ചത്, പോവാഞ്ഞ് നന്നായില്ലേ, അന്ന് പാർട്ടിയിൽ പങ്കെടുത്ത ഓരോരുത്തരും തെരഞ്ഞു പിടിച്ച് അവളെ ആക്രമിക്കുന്നു എന്നായി ഇപ്പം ഉണ്ണി വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല ഉണ്ണിയുടെ വീട്ടിൽ ഇന്നലെ അമ്മായിയെ പേടിപ്പിക്കാനായിട്ട് അവൾ ചെന്നിരുന്നുവെന്ന്. അമ്മായിക്ക് വീണ് പരിക്കേറ്റെന്നാണ് പറഞ്ഞു കേട്ടത്. സത്യം പറഞ്ഞാൽ എൻ്റെ പ്രാർത്ഥനയിലാണ് അവൾ ഇന്നലെ അവിടെ എത്താൻ കാര്യം. ഒരാളെ കൂടി അവളുടെ രൂപം കാണിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. കാരണം എന്നാൽ മാത്രമേ ഞാൻ പറഞ്ഞ കാര്യം എല്ലാവരും വിശ്വസിക്കൂ. ഇപ്പോൾ എല്ലാവർക്കും ഉറപ്പായില്ലേ മഹാലക്ഷ്മിയുടെ ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ടെന്ന്. അന്നേരം വാമദേവനും സമ്മതിച്ചു കൊടുക്കുന്നു. ഇവൻ പറയുന്നതിൽ എന്തൊക്കെയോ കാര്യമുണ്ടെന്ന് ഇപ്പോൾ എനിക്കും തോന്നുന്നു. അല്ലാതെ ഇങ്ങനെയൊന്നും നടക്കില്ലല്ലോ. കണ്ണൻ്റെ അച്ഛൻ മരിച്ച സമയത്ത് പോലും ദുർഗ ഇതുപോലെ പേടിച്ചിട്ടില്ല. അപ്പോൾ ഇതിലെന്തോ കാര്യമുണ്ട്. മഞ്ജു പറയുന്നുണ്ട്, ആരൊക്കെ ചേർന്നാണ് മഹാലക്ഷ്മിയുടെ ജീവിതം ഇല്ലാതാക്കിയത്, അവരെയെല്ലാം തെരഞ്ഞു പിടിച്ച് അവൾ ആക്രമിക്കും. അത് കേട്ട് എല്ലാവർക്കും പേടിയായി നിൽക്കുന്നത് കാണിച്ചായിരിക്കും എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.